ദില്ലിയിൽ ജെഎൻയു വിദ്യാർത്ഥി ഒമർ ഖാലിദ് കീഴടങ്ങി. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു ടെലിഫോണിൽ. മനു, എപ്പോഴാണ് ഒമർ ഖാലിദ് കീഴടങ്ങിയത്? അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജെഎൻയുവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒമർ ഖാലിദ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ്. വാർത്തയിലേക്ക് തിരിച്ചുവരാം. മറ്റൊരു വാർത്തയിലേക്ക്. UAE ആഭ്യന്തര മന്ത്രാലയം കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് 116111 ഹോട്ട്ലൈൻ നമ്പറും സ്മാർട്ട് ഫോണുകളിൽ ഹെമയാദി എന്ന പേരിൽ പ്രത്യേകം ആപ്ലിക്കേഷനും പുറത്തിറക്കി. ബാലപീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സുഗമമാക്കുന്നതിനാണ് പുതിയ ആപ്ലിക്കേഷനും നമ്പരും രൂപകൽപ്പന ചെയ്തത്. കുട്ടികൾക്ക് മുന്തിയ പരിഗണനയും പരിചരണവും ശ്രദ്ധയും നൽകുന്നതിനാണ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ടോൾ ഫ്രീ നമ്പർ, സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി പരാതി ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സിക വൈറസ് പരത്തുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകളുടെ സാന്നിധ്യം ദുബായിൽ ഇല്ലെന്ന് നഗരസഭ. സിക വൈറസ് ബാധ സംബന്ധിച്ച വിവരം ലഭിച്ചയുടൻ തന്നെ നഗരസഭ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നതായി പെറ്റ്സ് കൺട്രോൾ വിഭാഗം മേധാവി ഹിഷാം അബ്ദുറഹ്മാൻ അൽ യഹ്യ പറഞ്ഞു. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നഗരസഭയുടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെന്നും കൊതുകുകളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. സിക വൈറസ് ബാധയ്ക്കുള്ള ഒരു സാഹചര്യവും ഇല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. നഗരത്തിൽ എവിടെയെങ്കിലും ഈഡിസ് ഈജിപ്തി കൊതുകുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ നഗരസഭയുടെ 800900 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ജെഎൻയു വിദ്യാർത്ഥി ഒമർ ഖാലിദ് കീഴടങ്ങിയ വാർത്തയുമായി ബന്ധപ്പെട്ട് മനു ശങ്കർ ടെലിഫോണിൽ ചേരുന്നു. മനു, എപ്പോഴായിരുന്നു ഒമർ ഖാലിദ് കീഴടങ്ങിയത്? അറസ്റ്റ് രേഖപ്പെടുത്തിയോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ജെഎൻയു വിദ്യാർത്ഥി ഉമർ ഖാലിദും ഒപ്പം അനിർബൻ ഭട്ടാചാര്യയും ദില്ലി പോലീസ് മുമ്പാകെ കീഴടങ്ങിയത്. ജെഎൻയു ക്യാമ്പസിന് പുറത്തെത്തി ദില്ലി പോലീസ് മുമ്പാകെ ഇരുവരും കീഴടങ്ങുകയായിരുന്നു. ദില്ലി ഹൈക്കോടതി ഇരുവരോടും പോലീസ് മുമ്പാകെ കീഴടങ്ങണമെന്ന് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് നാളെ ഇത് സംബന്ധിച്ചുള്ള ഹർജി വീണ്ടും ദില്ലി ഹൈക്കോടതി തന്നെ പരിഗണിക്കാനിരിക്കെയാണ് നാടകീയമായി ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഇവർ കീഴടങ്ങിയിരിക്കുന്നത്. നിലവിൽ കീഴടങ്ങാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും മാത്രമല്ല തങ്ങളുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്നും സംരക്ഷണമേകണമെന്നും കോടതി മുമ്പാകെ തന്നെ ഹാജരാകാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഉമർ ഖാലിദിന്റെ അഭിഭാഷകർ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയും തുടർന്ന് ദില്ലി പോലീസ് മുമ്പാകെ നേരിട്ട് തന്നെ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എപ്പോൾ എവിടെ വെച്ച് കീഴടങ്ങണം എന്നത് നാളെ പറയാം എന്നായിരുന്നു ഹൈക്കോടതി അറിയിച്ചിരുന്നത്. ഈ ഒരു നിർദ്ദേശം നിലവിലിരിക്കെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് മുമ്പാകെ ക്യാമ്പസിന് പുറത്തെത്തി ഇരുവരും ദില്ലി പോലീസ് മുമ്പാകെ ഹാജരായിരിക്കുന്നത്. ഇത്തരത്തിൽ കീഴടങ്ങൽ നിർദ്ദേശം ദില്ലി ഹൈക്കോടതി തന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളെ അടക്കം ക്യാമ്പസിന് ചുറ്റും വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉമർ ഖാലിദും ഒപ്പം അനിർബൻ ഭട്ടാചാര്യയും ദില്ലി പോലീസ് മുമ്പാകെ കീഴടങ്ങിയിരിക്കുന്നത്. ധന്യ. മനോജ് ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ ഓരോ ദിവസവും മോശമായി വരുന്ന വാർത്തകളാണ് നാം കണ്ടും കൊണ്ടിരിക്കുന്നതെന്ന് ഇതേറെ വേദനാജനകമാണെന്നും പ്രസിദ്ധ കവി പ്രൊഫസർ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ദുബായ് ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ പോയറ്റ്സ് ഓഫ് പീസ് ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങാനെത്തിയ അദ്ദേഹം മെയ്ദാൻ ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യസ്നേഹികളെയെല്ലാം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും ഫാസിസത്തിന്റെ ഹിംസാത്മകത മുമ്പെങ്ങും ഇല്ലാത്ത വിധം കടന്നുകയറുന്ന വല്ലാത്ത ഭീതിജനകമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു.
രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിട്ട് കാണുന്നത് തൊഴിലാളികളും കർഷകരും ദളിതരും ആദിവാസികളും സ്ത്രീകളും പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളും ചിന്തകരും ബുദ്ധിജീവികളും എഴുത്തുകാരുമാണ്. അവരുടെ ഒന്നും ജീവിതം സുരക്ഷിതമല്ല. അവർ ആരെ വേണമെങ്കിലും ദേശദ്രോഹി എന്ന മുദ്രകുത്തി അവരെ ശിക്ഷിക്കുകയോ അവരെ ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയോ ഒക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഭീകരാവസ്ഥ ഇന്ത്യയിൽ വാസ്തവത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ അസഹിഷ്ണുത എന്ന് പോലും വിളിച്ചാൽ പോരാ. കാരണം അസഹിഷ്ണുത പോലും ഇത്രത്തോളം വിദ്വേഷ കലുഷമാകാറില്ല. പക്ഷെ വളരെയധികം വിദ്വേഷത്തിൻ്റെതായ ഒരു സംസ്കാരം ഇന്ത്യയിൽ പടരുന്നു. അതിൽ വളരെയധികം എനിക്ക് ഉത്കണ്ഠയുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയറും റാക്ക് ഇൻഷുറൻസ് റിലയൻസ് ലൈഫ് ഇൻഷുറൻസും സംയുക്തമായുള്ള ആരോഗ്യ ജീവിത സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയായ എറൈസ് ദുബായിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അംബാസിഡർ TP സീതാറാം എറൈസ് പദ്ധതിയുടെ ഔദ്യോഗിക സമർപ്പണം നിർവഹിച്ചു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ, റാക്ക് ഇൻഷുറൻസ് CEO ആൻഡ്രൂ സ്മിത്ത്, റിലയൻസ് ക്യാപിറ്റൽ ഗ്രൂപ്പ് CEO സാം ഘോഷ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഹോസ്പിറ്റലൈസ് ആൻഡ് ക്ലിനിക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEOയുമായ ആലിഷ മൂപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങൾ, അപകടങ്ങൾ എന്നിവ കാരണമുണ്ടാകുന്ന അധിക ചിലവുകൾ നേരിടാൻ പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രാപ്തമാക്കുന്ന രീതിയിലാണ് എറൈസ് എന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലബാർ ഗ്രൂപ്പ് തൃശൂരിൽ 2000 കോടി രൂപ മുതൽ മുടക്കിൽ ഇന്റർഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നു. തൃശൂരിൽ 20 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മലബാർ ഗ്രൂപ്പ് അധികൃതർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. IT പാർക്ക്, ബിസിനസ് പാർക്ക്, കൺവെൻഷൻ സെന്റർ, പാർപ്പിട സമുച്ചയങ്ങൾ, ഷോപ്പിംഗ് മാൾ, മൾട്ടിപ്ലക്സ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് ഇന്റർഗ്രേറ്റഡ് ടൗൺഷിപ്പ് എന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. 5 ദശലക്ഷം ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന ഇന്റർഗ്രേറ്റഡ് ടൗൺഷിപ്പിന് ഫെബ്രുവരി 26-ന് IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തറക്കല്ലിടുമെന്നും മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷംലാൽ അഹമ്മദും അബ്ദുൾ സലാമും അറിയിച്ചു. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേളം ദുബായ് 3ാമത് ഇന്റർനാഷണൽ കണ്യാർകളി ഫെസ്റ്റിവൽ വിപുലമായ പരിപാടികളോടെ ഇന്ത്യൻ അസോസിയേഷൻ അൽ കുവൈൻ ഹാളിൽ അരങ്ങേറി. രാവിലെ 9 മണിക്ക് കേളികെട്ടോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വിവിധ ദേശങ്ങൾ പുരാട്ടുകൾ അവതരിപ്പിച്ചു. തുടർന്ന് കൊമ്പ് പറ്റ്, കുഴൽപ്പറ്റ്, വട്ടക്കളി എന്നിവ അരങ്ങേറി. കണ്യാർ കളി മേളയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണിക കളിക്കൊന്നയുടെ പ്രകാശനം KP രവിശങ്കർ UAE എക്സ്ചേഞ്ച് CEO പ്രമോദ് മങ്ങാട്ടിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. വഴിപോക്കർ, ഒറ്റപ്പൂശാരി, കുറത്തിക്കുറവൻ, ചെറുമി ചെറുമൻ, കൂട്ടച്ചക്കിലിയൻ, തൊട്ടിച്ചി തൊട്ടിയൻ എന്നീ പുറാട്ടുകൾ കാണികളെ ആവേശഭരിതരാക്കി. LLH ഹോസ്പിറ്റൽ അബുദാബിയും അബുദാബി ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. LLH ഹോസ്പിറ്റൽ അബുദാബിയിൽ വെച്ച് നടന്ന ഹെഡ് ഓഫ് ഹോസ്പിറ്റൽസ് സഫീർ അഹമ്മദ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാലു ചാക്കോ, ഹെഡ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്പറേറ്റർ അരവിന്ദ് ബഗാനിയ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അമ്പഴകൻ എന്നിവർ സന്നിധരായിരുന്നു. 100-ലേറെ പേർ രക്തദാന ക്യാമ്പയിനിൽ പങ്കെടുത്തു. സൗദിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് മറ്റു വിദേശികൾ നടത്തുന്ന ഇന്റർനാഷണൽ സ്കൂളുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അധ്യാപകർക്ക് ചുരുങ്ങിയ ബാച്ചിലർ ഡിഗ്രിയെങ്കിലും യോഗ്യതയുണ്ടായിരിക്കണമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപന നിയമനത്തിന് പുതുതായി മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സൗദിക്ക് പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യുന്ന അധ്യാപകർക്ക് ചുരുങ്ങിയത് 2 വർഷത്തെ അനുഭവ പരിചയമുണ്ടായിരിക്കണം. ഏതു വിഷയം പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണോ റിക്രൂട്ട് ചെയ്യുന്നത് ആ വിഷയത്തിൽ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ 56 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാവാൻ പാടില്ല. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകൃത സ്ഥാപനത്തിൽ നടത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇന്റർനാഷണൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിന് ഭാഷാപരമായ യോഗ്യത ഉണ്ടായിരിക്കണം. 3 വർഷക്കാലം അധ്യാപനത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കൽ എന്നിവ നിർബന്ധമാണ്. സൗദിയിൽ നേരത്തെ അധ്യാപനം നടത്തി എക്സിറ്റിൽ നാടുവിട്ടവരെ 3 വർഷം കഴിഞ്ഞു മാത്രമേ അധ്യാപനത്തിന് റിക്രൂട്ട് ചെയ്യാനാവൂ എന്ന വ്യവസ്ഥയിൽ നിർദ്ദേശമുണ്ട്. സൗദിക്കകത്തു നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിയമപരമായ തിരിച്ചറിയൽ രേഖയുണ്ടാവണം. തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് തൊഴിൽ പെർമിറ്റ് നേടണം. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യോഗ്യതാ പരീക്ഷയ്ക്ക് ഹാജരായിരിക്കണം.
വിദ്യാലയത്തിൽ നിയമനം നൽകിയുള്ള കരാറിന്റെ രേഖ, നേരത്തെ ജോലി ചെയ്തിരുന്ന വിദ്യാലയത്തിന് കരാർ പുതുക്കുന്നില്ല തുടങ്ങിയ രേഖകളും നിർബന്ധമാണ്. ന്യൂസ് ബ്യൂറോ, ദമാം. ഖത്തറിലെ ആർഗൺ ഗ്ലോബൽ കമ്പനിയുടെ കീഴിലുള്ള ലൈഫ് ടൈം റീറ്റെയിൽ ഔട്ട്ലെറ്റ് അബുഹമൂറിലെ ദാറുസലാം മാളിൽ പ്രവർത്തനം തുടങ്ങി. ഇസ്മായിൽ മുഹമ്മദ് അൽ അൻസാരി ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോണുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സൺഗ്ലാസുകൾ എന്നിവയുടെ വിപുലമായ ശേഖരണമാണ് ലൈഫ് ടൈമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ആർഗൺ ഗ്ലോബൽ സിഇഒ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഖത്തർ സംസ്കൃതി സംഘടിപ്പിച്ച ആർദ്ര നിലാവ് കവിതാലാപന മത്സരം ശ്രദ്ധേയമായി. സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന മത്സര ആലാപന മികവുകൊണ്ടും സ്വരമാധുരി കൊണ്ടും വേറിട്ട അനുഭവമായി മാറി. പ്രശസ്ത കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ജനറൽ സെക്രട്ടറി കെ ശങ്കരൻ, സുഹാസ്, ഇ.എൻ. സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഭാഗം പ്രഭാഷണം സംഘടിപ്പിച്ചു. മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം വനിതാവേദി അടുക്കള സ്ത്രീകൾക്കുള്ളതല്ല എന്ന വിഷയത്തിലാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത്. സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ പ്രൊഫസർ സുജ സൂസൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വിഭാഗം സ്ഥാപക കൺവീനറും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സാമൂഹ്യക്ഷേമ വിഭാഗം സെക്രട്ടറിയുമായ PM ജാബിർ കേരള വിഭാഗത്തിന്റെ ഉപഹാരം പ്രൊഫസർ സുജ സൂസൻ ജോർജിന് സമ്മാനിച്ചു. കേരള വിഭാഗം കോ കൺവീനർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ വിഭാഗം കോർഡിനേറ്റർ ഗിരിജ പ്രസാദ് സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷാരി റജു നന്ദിയും പറഞ്ഞു. അസുഖത്തെ തുടർന്ന് കുവൈറ്റ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോവുകയും ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് മെഹബൂള A യൂണിറ്റ് അംഗമായിരുന്ന കെ കുഞ്ഞഹമ്മദിനുള്ള കലയുടെ ക്ഷേമനിധി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി കൈമാറി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കലാ കുവൈറ്റ് അബു ഹലീഫ മേഖല എക്സിക്യൂട്ടീവ് അംഗം ജിതിൻ പ്രകാശ്, ഫഹീൽ സിറ്റി യൂണിറ്റ് കൺവീനർ ഷാനിൽ, കലാ ട്രസ്റ്റ് അംഗം TT റഷീദ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സലീം എന്നിവർ പങ്കെടുത്തു. കുവൈറ്റിന്റെ അഭിമാന ചിഹ്നങ്ങളിൽ ഒന്നായ കുവൈറ്റ് ടവർ നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് 8-ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനും വേണ്ടി ദീർഘനാളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ടവർ. കുവൈറ്റിന്റെ ചരിത്ര പൈതൃകമായി കരുതുന്ന ടവർ 1979 മാർച്ചിൽ പണി കഴിപ്പിച്ചതാണ്. 3 തരത്തിലായാണ് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 82 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ടവറിലാണ് റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ളത്. കുവൈറ്റ് ടൂറിസ്റ്റിക് എന്റർപ്രൈസിന്റെ ചുമതലയിലാണ് ടവർ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ അരമണിക്കൂറിലും 360 ഡിഗ്രിയിൽ കറങ്ങുന്ന റിവോൾവിംഗ് ടവറിൽ നിന്നും കുവൈറ്റിനെ ഏകദേശം പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ LDF-ന് UDF-നേക്കാൾ 14 സീറ്റുകളുടെ മേൽക്കൈ കിട്ടുമെന്ന് പീപ്പിൾ TVക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ സർവേ പ്രവചിക്കുന്നു. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളിലെ പ്രവചനം നാളെ പീപ്പിൾ TV പുറത്തുവിടും. കേരളത്തിലെ 97 നിയമസഭാ മണ്ഡലങ്ങളിലെ 775 ബൂത്തുകളിലായി 20,111 വോട്ടർമാരിൽ നിന്ന് 93 ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പീപ്പിൾ TVക്ക് വേണ്ടി നടത്തിയ സർവേ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപുലമായ അഭിപ്രായ സർവേയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ ഉൾക്കൊള്ളുന്ന മലബാർ മേഖലയിലെ 60 സീറ്റുകൾ നിർണായകമാണ്. ഈ മേഖലയിലെ രാഷ്ട്രീയക്കാറ്റ് സർവേ ഇങ്ങനെ പ്രവചിക്കുന്നു. മലബാറിന്റെ പ്രഡിക്ഷൻ 60 സീറ്റുള്ള മലബാർ എങ്ങനെയായിരിക്കും ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്? CS-ന്റെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം ഞങ്ങൾ ഇവിടെ പുറത്തുവിടുകയാണ്. നോക്കുക. മലബാർ പ്രഡിക്ഷൻ LDF 36 മുതൽ 38 സീറ്റുകൾ, UDF 22 മുതൽ 24 സീറ്റ് വരെ, BJP 2 സീറ്റ് വരെ പിടിക്കാം. വോട്ടിംഗ് LDF-ന് 36 മുതൽ 38 വരെ സീറ്റ് കിട്ടുമെങ്കിൽ 43.3% വോട്ട്. UDF-ന് 22-24, അതിൽ 40.9% വോട്ട്. BJP-ക്ക് 0 to 2, പക്ഷേ 9.3% വോട്ട്. മറ്റുള്ളവർ ഇല്ല, അത് പറയാം. മറ്റുള്ളവർ 6.5. ഇതാണ് ഡോക്ടർ ഐസക്
CS-ന്റെ അഭിപ്രായ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ. 2011 ആകെയുള്ള 60 സീറ്റുകളിൽ UDF 32-ലും LDF 28-ലും വിജയിച്ചു. എന്നാൽ ഇത്തവണ LDF-ന് 36 മുതൽ 38 വരെ സീറ്റുകളും UDF-ന് 22 മുതൽ 24 വരെ സീറ്റുകളും ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. BJP-ക്ക് 2 സീറ്റുകൾ ലഭിക്കാനും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. മധ്യ കേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും സാധ്യതകളും കേരളത്തിന്റെ പൊതുചിത്രവും ബുധനാഴ്ച വൈകിട്ട് 7 മുതൽ നടക്കുന്ന സർവേ വിശകലനത്തിൽ പ്രവചിക്കും. ന്യൂസ് ഡെസ്ക്. സോളാർ ബാർക്കോഴ ആരോപണങ്ങൾ UDF-നെതിരെ ശക്തമായ ജനവികാരമുണ്ടാക്കിയതായി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പീപ്പിൾ ടിവിക്ക് വേണ്ടി നടത്തിയ അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നു. ആരോപണങ്ങളിൽ അന്വേഷണങ്ങൾ ശരിയായ ദിശയിലല്ലെന്നും ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നു. UDF സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നിലുള്ള പ്രധാന വിഷയമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. അഴിമതി തടയുന്നതിൽ സർക്കാർ വിജയിച്ചു. വളരെ സ്പെസിഫിക് ആയിട്ട് ആദ്യം ഒരു കമ്പാരിസൺ വന്നു. 2, അഴിമതി തടയുന്നതിൽ സർക്കാർ വിജയിച്ചു. തൃപ്തർ 25.2 മാത്രം, അസംതൃപ്തർ 65.7. അതിനർത്ഥം UDF-ന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നവർ പോലും ആ ഒരു ചോദ്യത്തിന് ഗവൺമെന്റ് എന്തെങ്കിലും ലീവേ കൊടുക്കാൻ തയ്യാറായി. അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, സോളാർ കേസിനെ കുറിച്ചുള്ള അഭിപ്രായം. രാഷ്ട്രീയ കുടിപ്പക എന്ന് ചിന്തിക്കുന്ന എനിക്കൊന്ന് സൂര്യനാഥിന്റെ അനുയായികളാണ് 20.9 പേർ രാഷ്ട്രീയ കുടിപ്പക. ഗുരുതരം അന്വേഷണം വേണം 56.6. അഴിമതി തടയുന്നതിൽ UDF സർക്കാർ പരാജയമാണെന്ന് 55.7% പേർ അഭിപ്രായപ്പെടുന്നു. സോളാർ അഴിമതി അതീവ ഗുരുതരമാണെന്ന് 56.6% പേർ പറയുമ്പോൾ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന UDF നിലപാടിനെ പിന്തുണയ്ക്കുന്നത് വെറും 20.6% പേർ മാത്രം. ബാർക്കോഴ കേസ് ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് 59% പേർ അഭിപ്രായപ്പെടുമ്പോൾ ഇവിടെ UDF നിലപാടിനെ പിന്തുണയ്ക്കുന്നത് 17.9% പേർ. അഴിമതി തടയുന്നതിൽ മികവ് LDF എന്ന് 50.2% പേർ പറയുമ്പോൾ 22.7% പേരുടെ പിന്തുണ UDF-നുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വിലക്കയറ്റം തടയുന്നതിലും സർക്കാർ പരാജയമാണ്. ക്ഷേമ പദ്ധതികൾ, വികസനം, ജനസമ്പർക്ക പരിപാടി, മദ്യനയം, ക്രമസമാധാനം എന്നിവയിൽ UDF-ന് മേൽക്കൈ ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് വെറും 36.4% പേർ മാത്രം. അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് 27.7% പേർക്ക് പൂർണ്ണ തൃപ്തിയും 22.8% പേർക്ക് ഏറെക്കുറെ തൃപ്തിയുമുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗം പേരും തൃപ്തരല്ല. കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായതോടെ BJP-യുടെ സാധ്യതകൾ കുറഞ്ഞെന്നാണ് 54.6% പേരും അഭിപ്രായപ്പെടുന്നത്. വോട്ട് ചെയ്യുന്നതിൽ പ്രഥമ പരിഗണന എന്തിനെന്ന ചോദ്യത്തിന് 43.5% പേർ പാർട്ടിക്കെന്നും 41.4% പേർ സ്ഥാനാർത്ഥിക്കെന്നും മറുപടി നൽകുന്നു. ന്യൂസ് ഡെസ്ക്. പാമോലിൻ അഴിമതി ഇടപാടുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെയെന്ന് തൃശൂർ വിജിലൻസ് കോടതി. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ടിരുന്നതായി കോടതിയുടെ നിരീക്ഷണം. കേസിലെ 3-4 പ്രതികളായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങളാണെന്നും ഇരുവരെയും കുറ്റവിമുക്തരാക്കിയുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. സോളാർ ബാർക്കോഴ വിവാദങ്ങളിൽ രക്ഷപ്പെട്ടു നിന്നിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് പാമോലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. പാമോലിൻ ഇടപാട് നടക്കുമ്പോൾ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് അഴിമതി നടന്നതെന്ന് കോടതി പരാമർശിച്ചു. കേസിലെ 3-ാം പ്രതിയായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതി പരാമർശം. മന്ത്രിസഭാ തീരുമാനങ്ങളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത്. അഴിമതി കേസുകളിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇരുവരെയും കുറ്റവിമുക്തരാക്കി. അത് അനുസരിക്കുക മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അനുസരിക്കുകയല്ലാതെ വേറെ അവരുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി ഈ 2 പ്രതികളുടെയും ഡിസ്ചാർജ് പെറ്റീഷന് അലവ് ചെയ്തിട്ട് അവരെ. ഇടപാടിന് മുമ്പ് അന്നത്തെ ധനമന്ത്രി ഫയൽ കാണണമെന്ന് അഡീഷണൽ സെക്രട്ടറി നോട്ട് എഴുതിയിരുന്നു. ഉമ്മൻചാണ്ടി ഫയൽ കണ്ടിരുന്നതായുള്ള നിരീക്ഷണം പരിഗണിച്ചാണ് വിടുതൽ ഹർജിയിലെ ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമുണ്ടായത്. തനിക്ക് ഇടപാടിൽ പങ്കില്ലെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവകാശവാദം ഇതോടെ പൊളിഞ്ഞു.
1991-92 കാലയളവിൽ അധിക വില നൽകി പാമോലിൻ ഇറക്കുമതി ചെയ്ത കേസിൽ 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ പങ്ക് വെളിച്ചത്ത് വരുന്നത്. കേസിലെ 2ാം പ്രതി TH മുസ്തഫ, 5ാം പ്രതി ജിജി തോംസൺ എന്നിവർ പ്രതിയായി തുടരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉമ്മൻചാണ്ടി രാജിവെച്ച അന്വേഷണം നേരിടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ തൃശൂർ വിജിലൻസ് കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോടിയേരിയുടെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പീപ്പിൾ പുറത്തുവിട്ടു. പുതുമുഖങ്ങൾക്കോ വനിതകൾക്കോ കാര്യമായ പ്രാതിനിധ്യം ഇക്കുറിയുമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവർ മത്സരരംഗത്തുണ്ട്. P. ജയരാജനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോയി. ICU ആംബുലൻസിൽ റോഡ് മാർഗമാണ് ജയരാജനെ കൊണ്ടുപോയത്. ശാന്തിഗിരി ആശ്രമത്തിൽ പൂജിത പീഠം സമർപ്പണം ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ പ്രത്യേക പുഷ്പാഞ്ജലിയും ആരാധനയ്ക്കും പിന്നാലെ ധ്വജമുയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പൂജിത പീഠം സമ്മേളനം ശ്രീലങ്കൻ പാർലമെന്റുകാര്യ മാധ്യമവിഭാഗം മന്ത്രിയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ ജയന്ത കരുണതിലക ഉദ്ഘാടനം ചെയ്തു. പട്യാല കോടതി പരിസരത്ത് അഭിഭാഷകർ അഴിഞ്ഞാടിയ നടപടിയെ കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അപലപിച്ചു. അസോസിയേഷന്റെ അടിയന്തര പൊതുയോഗമാണ് സംഭവത്തെ അപലപിച്ച് പ്രമേയം പാസാക്കിയത്. പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയതിനെ തുടർന്ന് ഒരു കൂട്ടം സംഘപരിവാർ അനുകൂലികളായ അഭിഭാഷകർ ഇതിനെതിരെ രംഗത്തു വന്നത് സംഘർഷത്തിനിടയാക്കി. യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച സംഘപരിവാർ അഭിഭാഷകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ പരാതി നൽകി. വെള്ളാപ്പള്ളിയുടെ ആലുവ പ്രസംഗം മതസ്പർദ്ധയുണ്ടാക്കുന്നതാണെന്ന പോലീസ്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാലുടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് സമാപനമായി. ഭക്തിയുടെ നിറവിൽ ആയിരങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ടത്.